ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് നൈറ. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് നൈറ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും അടിപൊളിയായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സൂപ്പറായിട്ട് പോകുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞില്ല എൻ്റെ ഫ്രണ്ട് വന്നു ഒന്ന് പിക്ക് ചെയ്യാൻ പോകുന്നു. ഇതാണ് എൻ്റെ ഫ്രണ്ട് നന്ദന സേ ഹായ്. ഇതാണ് റോഷൻ ചേട്ടനാണ് ഞാൻ വന്ന ടൈമിൽ പിക്ക് ചെയ്യാനൊക്കെ വന്നത്. ഒത്തിരി ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് എവിടെയാണ് ചേട്ടാ? അയ്യ, അപ്പോൾ അങ്ങനെ ഒരു ലേക്കിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫോണിൻ്റെ ഒരു പരിപാടി നോക്കിയിട്ട് നടക്കാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. നന്ദനയ്ക്ക് നാട്ടിൽ കോവളമൊക്കെ മിസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ബീച്ച് കാണണമെന്ന് പറയുമ്പോൾ ബീച്ച് ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു ലേക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. എനിക്ക് ഈ സ്ട്രീറ്റ് നല്ല ഇഷ്ടമായി. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ സ്ട്രീറ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എനിക്കൊരു പാരീസ് വൈബൊക്കെ പോലെ തോന്നി. ആ ഒരു സ്ട്രീറ്റ് മാത്രം എനിക്ക് അവിടെ ഇറങ്ങി നടക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെനിക്ക് പറ്റിയിട്ടില്ല. കണ്ടില്ല, എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇങ്ങനെ ഒരു സമ്മർ, ഇങ്ങനെ തണലത്ത് ഇങ്ങനെ ഔട്ട്ഡോർ ആയിട്ടുള്ളിടത്ത് പോയി ഇങ്ങനെ ഒരു കോഫിയൊക്കെ കുടിച്ച് ഫ്രണ്ട്സിനോടൊക്കെ ഇരുന്ന് സംസാരിച്ച് ഭയങ്കര രസമല്ലേ, നല്ല രസമല്ലേ അതൊക്കെ. സോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ സ്ട്രീറ്റ്. അങ്ങനെ നമ്മളത് ആ ലേക്കിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് ആ ലേക്കിൻ്റെ പേര് ഓർമ്മയില്ല. ഞങ്ങളിവിടെ വന്നു പാർക്കൊക്കെ ചെയ്യുവാണ്. സോ ഗൈസ്, ഇതാണ് ലേക്ക്, ഇതാണ് ഏരിയ. ഇത് ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വന്നതല്ല കേട്ടോ. നമ്മുടെ ഒരു പ്ലാൻ വർക്ക് ആവാത്തതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ലേക്ക് ഉണ്ട്, അപ്പം അവിടെ കാണാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ലേക്കിൻ്റെ പേരും ഡീറ്റെയിൽസും ഒന്നും തന്നെ എനിക്കറിയത്തില്ല. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇന്ന് നല്ല വെയിലുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നാട്ടിൽ വെയിൽ ഇഷ്ടമേ അല്ല. ഭയങ്കരമായിട്ട് ഇങ്ങനെ കുത്തി എനിക്ക് അലർജി വരും. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നലെ വൈകിട്ട് എനിക്ക് തീരെ പറ്റിയില്ല. ഞാൻ ഒരു ജാക്കറ്റ്, ഒരു ഹുഡി, പിന്നെ അകത്ത് 2 ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ നിന്നത്. ഇന്നിപ്പോൾ നല്ല സമ്മറാണ്, നല്ല വെയിലുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ കുറച്ച് വൈറ്റമിൻ ഡി നടുവിലൊക്കെ നല്ലപോലെ അടിക്കട്ടെ എന്ന് വെച്ചിട്ട് കൊള്ളാം. ഞാൻ ഒരു ആശ്വാസം ശരിക്കും ആശ്വാസം തോന്നുന്നുണ്ട്. ഭയങ്കര തണുപ്പായിപ്പോയി എനിക്ക് വന്നപ്പോൾ തന്നെ. ഇപ്പോൾ ഓക്കെ ആയി. അപ്പോൾ ഇതാണ് ലേക്ക്. പിന്നെ ഒത്തിരി പേര് ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ട സമയത്ത് കുറേ വിഷ് ചെയ്തു കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അത് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ അറിയത്തുള്ളൂ. കീപ് വാച്ചിങ്, വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെക്കൊണ്ട് അറിയാമെന്നുള്ളതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. യു ക്യാൻ DM. ഓക്കെ, അപ്പോൾ നമുക്കിത് എൻജോയ് ചെയ്യാം, ഈ വ്യൂ. ഇതൊരു ബോട്ട് യാത്ര കഴിഞ്ഞിട്ട് ഇവർ വരുമോ എന്ന് തോന്നുന്നു. ഇതിൻ്റെ വൈറ്റ് ഡോഗ് ഞങ്ങളുടെ വീട്ടിലുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അതേ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ സമ്മർ കുറച്ച് കിട്ടുന്നതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ഒത്തിരി സമ്മർ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പേര് വന്ന് സൺബാത്ത് ചെയ്യുകയും ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസും കണ്ടില്ലേ. അവിടെ ബോയ്സൊക്കെ എന്തൊക്കെയോ അവരുടെ, എനിക്ക് എൻ്റെ പേര് അറിയത്തില്ല കേട്ടോ, എന്താണ് ആ ഒരു കളി എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ എന്തു പറയാൻ, ഫാമിലിയും പിന്നെ ഇങ്ങനെ കപ്പിൾസും അതുപോലെ പിന്നെ എല്ലാവരും ഇങ്ങനെ ഫ്രണ്ട്സ് ഗ്യാങ്ങും ഒക്കെ വന്നിട്ട് ഒത്തിരി ഭയങ്കരമായിട്ട് സമ്മർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് വെയിൽ ഇഷ്ടമാണെങ്കിലും എനിക്ക് ഇത്രയും വെയിലത്ത് ഒത്തിരി എക്സ്പോഷർ ചെയ്ത് നിൽക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ ഇവിടെ ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. ഞാനൊരു തവണ ഇവിടെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് ഭയങ്കര സൈലൻ്റായിട്ട് നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കാണാനൊക്കെ. അപ്പോൾ ഒത്തിരി പേര് ഇതിനകത്തൊക്കെ ഇറങ്ങി കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഹായ്. Wow. You didn't have a sense of humor. Your friend up front doesn't have a sense of humor.
സോ ഗായ്സ്, ഇതാണ് ഇവിടുത്തെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ. ഞാൻ നടക്കുക. എൻ്റെ ഹെയർ ഇവിടെ വന്നിട്ട് കുറച്ച് സീനാവുന്നുണ്ട്. ലൈക്ക് വേറൊന്നുമല്ല, ഭയങ്കര കാറ്റായത് കൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ കെട്ടി വെക്കാറില്ല. കെട്ടി വെച്ചാലും എന്താ ചട ഇങ്ങനെ കെട്ടി 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 വരും. അടുത്തല്ലേ നിനക്ക് തിരിച്ച് നടക്കാമല്ലേ? അപ്പോൾ ശരി, എന്നാൽ തിരിച്ച് നടക്കട്ടെ. സോ ഗായ്സ്, ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങുവാണ്. ഇനി പോയി കാറിൽ കയറട്ടെ. കുറച്ച് വെയിലുണ്ട് കേട്ടോ. കോപ്പിറൈറ്റിന് ആണോ? സോ ഗായ്സ്, അങ്ങനെ ലേക്കൊക്കെ കണ്ടിട്ട് തിരിച്ചതേ വീടെത്തി. സമയം ഇപ്പം സന്ധ്യയ്ക്ക് 6 മണിയാണ്. നല്ല വെയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് കുറച്ച് താമസിച്ച് സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കത്തുള്ളൂ. ഓക്കെ, ജോർജി വന്നു. എന്നാ കുറച്ച് സീന. അപ്പോൾ എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം നന്ദനയ്ക്ക് അവിടെ ബിരിയാണി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം അവൾ എനിക്ക് തന്നു. ഞാനിനി കഴിക്കട്ടെ. എനിക്ക് നല്ലപോലെ വിശക്കുന്നു. മെഡിസിൻ എടുക്കാനുള്ളതാണ്. ഓക്കെ. സോ ഗൈസ്, ഞാൻ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്തു. സത്യം പറഞ്ഞാൽ ചേഞ്ച് ചെയ്യാനൊന്നും ഇല്ല. ഞാൻ ഫസ്റ്റ് പുറമൊക്കെ കഴുകിയിട്ട് ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറത്തൂടെയാണ് വേറെ ഡ്രസ്സ് എടുത്തിട്ടിട്ട് പോയത്. അപ്പോൾ ഇവിടെ നല്ല വെയിലുണ്ട്. കൊള്ളാം. ഞാനിനി ഫുഡ് കഴിക്കട്ടെ. അപ്പം ഇതാണ് നമ്മുടെ ചിക്കൻ ബിരിയാണി. ഒരു പീസ് ചിക്കൻ എടുക്കുക. സോ ഗൈസ്, ഫുഡ് കഴിച്ചു. ഇനി ഞാനൊരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. സമയം ഇപ്പം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു കോഫി കുടിക്കട്ടെ. ഞാനൊരു ബൂസ്റ്റ് ഇട്ടു. കോഫി ഇടാനായിട്ട് നോക്കിയപ്പോൾ ഞാൻ ഷുഗർ കൊണ്ടുവന്നിട്ടുകൊണ്ട് എനിക്കറിയില്ല. അതിനെ തപ്പിപ്പറക്കി എടുക്കാൻ വയ്യ. ഇവിടെ ഞാൻ തപ്പിയപ്പോഴത്തേക്കൊന്നും കിട്ടിയില്ല. ഞാനൊരു ബൂസ്റ്റ് ഉണ്ടാക്കി കുടിച്ച് നോക്കാം. അയ്യോ, പിന്നെ ബൂസ്റ്റ് ഇട്ടാലും പഞ്ചസാര വേണ്ടേ? കുഴപ്പമില്ല. എനിക്ക് പേടിയാണ് കുടിക്കാൻ. ചൂടിപ്പോൾ പൊള്ളോന്നൊരു പേടി. വീട്ടിൽ കണ്ടുകൂടല്ലേ എന്നെ? അപ്പാ, അയ്യോ, കൊള്ളാം കൊള്ളാം, നന്നായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. കുടിക്കട്ടെ. ഗായ്സ്, ഇപ്പം ഇവിടെ സമയം രാത്രി 7:30. നല്ല സൂര്യനുണ്ട്, കണ്ടോ? സമയം ഇപ്പോൾ ഇവിടെ രാത്രി 8:30 ഞാനിങ്ങനെ ചുമ്മാ നടക്കുവാണ്. റൂമിലിരുന്നിരുന്ന ഒരുമാതിരി ആയി. അപ്പോൾ ഇന്നിനി നൈറ്റ് നയാഗ്ര പോകുന്നു എന്നൊക്കെയാണ് കേട്ടത്. എനിക്കറിയില്ല. അവരുടെ പ്ലാൻ അനുസരിച്ചിട്ടായിരിക്കും പോകുന്നത്. ചിലപ്പോൾ പോവും, ചിലപ്പോൾ പോവില്ല. പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, അതുകൂടെ ഷൂട്ട് ചെയ്യാം. പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ വെയിറ്റ് ചെയ്യൂ. ബൈ.